പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്താ? എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറയുകയാണ്, ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറഞ്ഞു തരികയാണ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറയുകയാണ്, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവസാനമായി തൊണ്ടകുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ, ഈമാനോടുകൂടി വേണം മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടങ്ങ് പറഞ്ഞു തരുമ്പോ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പറയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. ഏത് മുതുകുടിയനും പറയാനറിയുന്ന ദിക്റാണല്ലോ. പടച്ചവനേ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞു തരുമല്ലോ. ആ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ. അത് പറയാതെ മരിക്കല്ലേ, അത് പറയാതെ മരിക്കല്ലേ. അത് പറഞ്ഞിട്ട് നീ മരിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മരിക്കുന്ന സമയം റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി വേണം മരിക്കാൻ. നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് നമ്മളെ കൊണ്ടത് പറ്റുമെന്നാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിക്കും, അതെന്നെ കൊണ്ട് കഴിയുമെന്ന് ഉറപ്പിച്ചാ നടക്കുന്ന നമ്മൾ. കാരണം നിസ്കാര തഴമ്പുണ്ട്, താടിക്ക് നീളമുണ്ട്, കുറെ ദിക്റും ദുആയൊക്കെ ചെയ്യുന്നുണ്ട്, ഫർദ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ, ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇത് പറഞ്ഞിട്ടങ്ങ് മരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നിനക്കത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയി നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? എടാ, അത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ പെങ്ങളെ ഒരാളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്തുപോയി നിന്നിട്ട് ഷഹാദത്ത് കലിമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മായിക്ക്, നിന്റെ വാപ്പായിക്ക്, നിന്റെ കുടുംബക്കാരന് നീ പറഞ്ഞു കൊടുക്കണം. ആര് പറഞ്ഞു കൊടുക്കണം? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയ പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവേ അതാ ഒരു പള്ളി പണിയുകയാണ്. പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമില്ലല്ലോ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗത്തൊരു പള്ളി കെട്ടി, ഈ ഭൂമിയുടെ മധ്യഭാഗത്തൊരു പള്ളി കെട്ടി. അല്ലാഹുവേ, പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ പടച്ചറപ്പിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? സ്വർഗ്ഗം തരണേ അല്ലാഹ് എന്നാ
ഉണ്ടായിരുന്നില്ല. ആ രണ്ട് പ്രവാചകന്മാര് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, ഈ സൽക്കർമ്മത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അവൻ അല്ലാഹുവിനോട് പറയുകയാ, നിനക്ക് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി തമ്പുരാന്, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഇത് ഖലീലായ ഇബ്രാഹിം നബി ദുആ ചെയ്തതാ. ഇത് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആയാണ്. യൂസുഫ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ, പടച്ചവനെ അടിമയായിരുന്ന പൊട്ടക്കണറ്റിലെ വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തു. അടിമയായി എനിക്ക് നീ പടച്ചവന് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നോ. ഈജിപ്തിന്റെ അധികാരവും എനിക്ക് തന്നു റബ്ബേ. യൂസുഫിന് ഇതൊന്നുമല്ല വേണ്ടത്. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ചെയ്ത ദുആയാ. പടച്ചവനെ, രണ്ട് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅകൂബ് യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ട് പ്രവാചകന്മാര് പടച്ചവനെ തന്റെ പൊന്നാര മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാ. മക്കളെ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ പറയുന്നത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുന്നത്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയേ ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അതാ നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാ, കെട്ടിത്തൂക്കി കെട്ടിരിക്കുന്ന പട്ടം പോലെയാണ്. കാറ്റടിക്കുമ്പോ അത് എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ മഹാന്മാരുടെ ചരിത്രം പഠിച്ചവരാ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി
മരിച്ചുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിരുന്നു. പടച്ചവരെ, പ്രവാചകം ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ അൽകമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ പോലും ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? അതാ പടച്ചവനെ, എത്രയെത്രയോ മഹത്തുക്കള്. ഹാഫിളീങ്ങളുടെ കഥയറിയുമല്ലോ, അതാ വലിയകളുടെ ചരിത്രം അറിയുമല്ലോ. അതാ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബല്ലാഹുവിന് ബാഹൂറ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവസാനം അവിടെ നിന്ന് പട്ടിയെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പറയുമ്പോ പെങ്ങളെ, ഒറ്റ നിമിഷം കൊണ്ട് തലകീഴായി തിരിഞ്ഞു പോകും പെണ്ണേ. ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും രോഗവും വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് സർവ്വതും അവസാനിപ്പിക്കാൻ തോന്നുകയാ. പടച്ചവരെ, അവസാനം മോശമായി പോകുന്ന കഥ നമ്മൾ വായിച്ചവരല്ലോ. എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നിട്ട് അവസാനം മരണമെടുത്തപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് മുസ്ലിമായി മരിച്ചുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ സ്വഹാബിയില്ലേ? പടച്ചവരെ, ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മുസ്ലിമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രണാങ്കണത്തിൽ വെച്ചാണ് ഒരു സ്വഹാബി കടന്നു വന്നോ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കടന്നു വന്നോ. മുഹമ്മദേ, എനിക്ക് മുസ്ലിമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമായി, സ്വഹാബിയായി. ഉടനെ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ഇത്രയും നേരം ഞാൻ ശത്രുവിന്റെ ഭാഗത്തായിരുന്നു, ഇനി ഞാൻ ഇപ്പുറത്തു നിന്നാൽ എനിക്ക് എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും. ഈ രണാങ്കണത്തിൽ നീ ഷഹീദായ സ്വർഗം കിട്ടും. പടച്ചവനെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാ. അവിടെ വെച്ച് ഷഹീദാവുകയാ. അവിടെ വെച്ച് ഷഹീദാവുകയാ. ജനാസ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അമലുഹു ഖലീൽ അജ്റുഹു കസീർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ചെയ്തത് ചെറിയ അമലുകൾ മാത്രമാണ്, എങ്കിൽ പ്രതിഫലം വലുതാണ്. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് പെങ്ങളെ, എത്രയോ പേര് ജീവിക്കുന്ന കാലം മുഴുവനും പടച്ചവനെ മറന്നുകൊണ്ട് നടന്നോ. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് മുസ്ലിമായി മരിച്ചു. പർദ്ദയും ധരിച്ച് ഹിജാബും ഇട്ട് തസ്ബീഹും കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും 24 മണിക്കൂർ ദിക്ർ പറഞ്ഞു നടന്ന എത്രയോ പെണ്ണുങ്ങളോ തൂങ്ങി മരിച്ചില്ലേ? ആത്മഹത്യ ചെയ്തില്ലേ? ഈമാനില്ലാതെ മരിച്ചില്ലേ? പേടിക്കണം പെങ്ങളെ, പേടിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ സ്വഹാബികൾ അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബാ, ചെയ്തു വെച്ചിരിക്കുന്ന അമല് കണ്ടിട്ട്, ചെയ്തു വച്ചിരിക്കുന്ന സൽക്കർമ്മം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട സഹാബാ. വാപ്പാ 40 കൊല്ലം നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് നീ ഞെളിയണ്ട. നീ ഒരുപാട് സദഖ കൊടുത്തവനാണെന്ന് പറഞ്ഞു ഞെളിയണ്ട. പെങ്ങള്, 40 കൊല്ലം ഞാൻ ഒരുപാട് നന്മ ചെയ്തെന്ന് പറഞ്ഞു നീ വലിയ ആളാകണ്ട. നീ പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് ഉറപ്പില്ലല്ലോ ഉമ്മ. അതുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു പറയുകയാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഈമാനുള്ളവളായിട്ടേ മരിക്കാവൂ. അതിനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ പണം തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ മുഴുവനും ചോദിക്കുന്നവരാ. എങ്കിൽ ഇനി മുതൽ ദുആ ചെയ്യുമ്പോ ഒന്നുകൂടെ പ്രത്യേകമായിട്ട് ചോദിക്കണേ. എന്താണ് ചോദിക്കേണ്ടതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അതുകൊണ്ട് ഇനി മുതൽ ദുആ ചെയ്യുമ്പോ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് ദുആ ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനോട് പറയണം, അല്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈമാനുള്ള ഒരു മരണം കിട്ടാൻ, ഈമാനുള്ള ഒരു മരണം കിട്ടാൻ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ നിനക്ക് കഴിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കുമല്ലോ. ഈമാനുള്ള മരണം കിട്ടാൻ, ഈമാനുള്ള മരണം കിട്ടാൻ, ഈമാനോടുകൂടി മരിക്കാനുള്ള വഴികൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് അല്ലാഹു നല്ല മരണം നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈമാനോടുകൂടി വേണം നിങ്ങൾ മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാടൊന്നുമില്ല, നല്ല മരണമാർഗെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നല്ല മരണം കിട്ടാനുള്ള വഴികൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ, എത്രയോ ഹദീസുകൾ നമുക്കറിയാം. നല്ല മരണം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന, ഓശാരമായി കിട്ടുന്ന കാര്യമല്ല, ഓസിന് കിട്ടുന്ന കാര്യമല്ല നല്ല മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അല്ലാഹു നല്ല മരണം കിട്ടൂ, നല്ല മരണം കൊടുക്കൂ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം, എന്തേപ്പാ രാമന്തളിയിൽ വെള്ളിയാഴ്ച എല്ലാവർക്കും അങ്ങ് മരിച്ചാൽ പോരെ, എന്തിനാ വെള്ളിയാഴ്ച മരിക്കുന്നവർ വളരെ കുറവാണല്ലോ. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നവർ വളരെ കുറവാ. എന്തുകൊണ്ട് ചിന്തിക്കണം നിങ്ങൾ. വെള്ളിയാഴ്ച മരിക്കുന്നവർ വളരെ കുറവാണ്. തുച്ഛമായ ആൾക്കാർ മാത്രമേ വെള്ളിയാഴ്ച ദിവസത്തിൽ മരിക്കാറുള്ളൂ. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓൻ ഷഹീദിന്റെ കൂലിയാ. 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് വെള്ളിയാഴ്ചത്തെ മരണം. നീ നോക്കിക്കോ മൈക്ക് സെറ്റൊക്കെ, നീയും പഠിച്ചില്ലേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കപ്പോ ഓന്റെ അടുത്ത് പറഞ്ഞ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം അള്ളാഹു നമുക്ക് നൽകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാ വേണ്ടത് നല്ല മരണം? കൈബുക്ക് വേണ്ടവരൊക്കെ നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈബുക്ക്. തലേ കൈബുക്കരുത്, പൊക്കണമെങ്കിൽ പൊക്കിക്കോണം. താത്താമാർക്ക് ആർക്കെങ്കിലും വേണോ? നിനക്ക് വേണ്ടേ? നിനക്ക് ശനിയാഴ്ച മരിച്ചാൽ മതിയോ, അതോ തിങ്കളാഴ്ച മരിച്ചാൽ മതിയോ? വെള്ളിയാഴ്ച മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ? ബക്കറ്റ് എടുക്ക്. ആദ്യം ആ പണി അങ്ങ് തീരട്ടെ.
ബക്കറ്റ് എടുക്കുക. അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്നാണ്. ചങ്ങായി, നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യമൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഈ രാമന്തളിയിലെ ഏറ്റവും വലിയ സമ്പന്നനെ ഒന്നുമില്ലാത്തവനാക്കിയിട്ട് ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ അള്ളാഹിക്ക് കഴിവുണ്ട്, മറക്കരുത്. ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ സർവ്വതും തീർന്നു പോകും, എത്രയും സമ്പാദ്യം മുഴുവനും നശിച്ചു പോകും. നീ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തന്നാ എന്ത് ചെയ്യും? മരുന്ന് വാങ്ങാൻ വേണ്ടി വിറ്റില്ലേ? വീടും പറമ്പും സർവ്വതും വിറ്റില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പേർ നമുക്കറിയാം രോഗികളായി കഴിയുന്നവർ. എട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബിസ്മില്ല എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാ. ഒരുപാട് കാരുണ്യം, എത്ര പ്രാവശ്യം വാഴത്തിന് പോയിട്ടുണ്ട്. ആ പരിപാടിയുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ 2 കിഡ്നിയും ഫെയിലായി, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവ്വതും പ്രയാസത്തിലാ ഉസ്താദ്, ദുആ ചെയ്യണം. അല്ലാഹു സഹോദരൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കിഡ്നിയുടെ വില നിനക്കറിയില്ല. അത് പോയി കഴിയുമ്പോ മാറ്റിവെക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നറിയോ? 12-15 ലക്ഷം വേണം അല്ലാഹു തന്ന നിന്റെ ഒരു കിഡ്നി മാറ്റിവെക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കരളെന്ന് പറയുന്ന നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കരള്, ആ കരളൊന്ന് മാറ്റിവെക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ വേണം. അറിയോ നമുക്ക് വില? അല്ലാഹു തരുമ്പോ അതിന്റെ വില നമുക്കറിയില്ല. കയ്യും കണ്ണും കാലും എന്തൊക്കെ നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിന്റെ വേദന അറിയൂ. ഒരു സഹോദരൻ വേദന വന്നപ്പോ പറഞ്ഞു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബവും ഗൾഫിലാണ്, നാളെ ഒരു ദിവസം കൂടെയേ ഉള്ളൂ. നാളത്തെ ദിവസം വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ സർവരും നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയാ. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു ഈ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആരാ പറഞ്ഞത് രോഗത്തിന് മരുന്നില്ല എന്ന്? മരുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് മാരക രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വിപത്തിനെയും തട്ടിമാറ്റാൻ, ഇവിടെ നിറങ്ങിപ്പോകുന്ന വഴിയിൽ ആക്സിഡന്റ് പറ്റാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന സദഖയ്ക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പടച്ചവനെ, എന്റെ സർവ്വ പ്രയാസങ്ങളും നീ മാറ്റണം. എനിക്ക് മാരകമായ രോഗങ്ങളുടെ അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ചെറിയ സദഖയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദഖ എടുത്ത് ഒന്ന് പോക്കറ്റി കൈയിട്. അതിന് പൈസ കൊടുക്കണ്ടല്ലോ കൈയിടുന്നതിന്. ഒന്നിട്ട് എന്റെ പേര് റിയാസ്. ധൃതി കാണിക്കണ്ട. സമാധാനത്തിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. കാരണം നിനക്ക് വീട് കെട്ടാനല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് വെക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അവനവന്റെ കയ്യിലുള്ളത് കൊടുക്ക്. കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. ഇല്ലാത്തവൻ കൊടുക്കാതിരിക്കുന്നത് പോലെയല്ല പോക്കറ്റിൽ പൈസ വെച്ചിട്ട് കൊടുക്കാത്തവൻ. നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ തലയുടെ മുകളിൽ നിന്നിട്ട് നിനക്കെതിരായി ദുആ ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? പെങ്ങളെ, 5 പൈസയുടെ പ്രയാസമില്ലാതെ നിനക്ക് നല്ല മരണം കിട്ടാനുള്ള വഴി അല്ലാഹു പറയുകയാ. ഒരാളും കഷ്ടപ്പെടണ്ട, ഒരാളും ഉറക്കമൊഴിയണ്ട, ഒരാളും പൈസ ചെലവാക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി അല്ലാഹു പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നല്ല മരണം കിട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ. ആ
5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിനക്കൊന്ന് നമസ്കരിക്കാൻ പറ്റുമോ? നിനക്കൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് നിനക്കൊരു 5 നേരം നിസ്കരിക്കാൻ പറ്റുമോ? പെങ്ങളെ, എന്ത് ജോലിയാണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിനക്കൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? ആരെങ്കിലും 5 നേരം നിസ്കരിച്ചാൽ അവർക്ക് ഞാൻ നല്ല മരണം കൊടുക്കുമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാ. അല്ലാഹു പറയുന്നു 5 നേരം നിസ്കരിച്ചാ മതി. പൈസ ചെലവുണ്ടോ? ഉറക്കം ഒഴിയണോ? കഷ്ടപ്പാടുണ്ടോ? ഒന്നുമില്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം നിങ്ങൾ വന്ന് നിസ്കരിച്ചാ മതി. ഒരു 25 മിനിറ്റ് അല്ലാഹുക്ക് മാറ്റിവെച്ചാ മതി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അതുപോലും ചെയ്യാൻ മടിയല്ലേ? അതുപോലും നമുക്ക് ചെയ്യാൻ 25 മിനിറ്റ് ഒരുമിച്ചെടുക്കാൻ നിന്റെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു 5 സമയമാക്കി. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാ. എങ്ങനെ നിസ്കരിക്കുന്നവർ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. അല്ലാഹു പറഞ്ഞു, നിസ്കരിക്കുന്നവർ നരകത്തിലാ. നിസ്കരിക്കുന്നവർ നരകത്തിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മുഴുവനും നിസ്കരിക്കുന്നവരാ. എപ്പോ? അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് 12:30 മുമ്പ് ളുഹറിന്റെ ബാങ്ക് വിളിക്കും. 12:30 മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ളുഹറിന്റെ ബാങ്ക് വിളിക്കും. ഏത് പെണ്ണാ 12:30 നിസ്കരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് എനിക്ക് പറ്റുന്ന ഏത് പെണ്ണാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ളുഹറിന് ബാങ്ക് വിളിക്കുന്ന സമയം ഈ ഇരിക്കുന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഏത് പെണ്ണാണ് നിസ്കരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്കരിക്കും. പച്ചക്കറി അരിയണം, മീൻ വെക്കണം, പാത്രം കഴുകണം, ചോറ് വെക്കണം, കറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുളിച്ചൊരുങ്ങി ഒരു 3 മണി 3:30 ആകുമ്പോൾ ഒരു നിസ്കാരം ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ നിസ്കരിക്കണേ? ഏത് മദ്ഹബാനി പിൻപറ്റുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവിടെന്ന് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടില്ലേ പെങ്ങളെ? എന്തിനാ ളുഹറിന് 12:30 ബാങ്ക് വിളിക്കുന്നത്? അസറിന്റെ സമയം 3:30, 3:45, 4 മണിക്ക് മുമ്പ് ബാങ്ക് വിളിക്കുന്നത്? ഓരോ സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ബാങ്ക് വിളിക്കുന്നത്? നിനക്ക് സമയമില്ല. അപ്പൊ നീ പറയൂ, ഉസ്താദേ, മീൻ പറ്റിയില്ലേ? മീൻ പറ്റിയാൽ എന്താ കുളി നിർബന്ധമാ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മീൻ പറ്റിയാൽ കുളി നിർബന്ധമാ? അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തിരി കരി പറ്റിയാൽ കരി കഴുകിയിട്ട് കുളിക്കണം. വിയർത്തോ? വിയർപ്പ് കഴുകിക്കളാം. വിയർത്താൽ വിയർപ്പ് കഴുകി കളഞ്ഞിട്ട് നീ കുളിക്കണമെന്ന് പഠിച്ചില്ലല്ലോ. നിസ്കാരം തടയുന്ന വസ്തുക്കളിൽ പെട്ടതല്ലല്ലോ വിയർപ്പ്. കരി നിസ്കാരം തടയുന്ന കാര്യമല്ലല്ലോ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ജോലികൾ മാറ്റിവെച്ചിട്ട് നീ ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് നിസ്കരിക്ക്. അവ്വൽ വഖത്തിൽ നിസ്കരിക്ക്. അല്ലാഹു നിന്റെ ആഖിബത്ത് നന്നാക്കി തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാ. വെള്ളിയാഴ്ച ഉസ്താദ് ഖുതുബ ഓതി തീരാറാകുമ്പോ പള്ളി വരുന്ന ആൾക്കാരാ നമ്മള്. ഉസ്താദ് എപ്പോഴാണോ പള്ളിയിൽ 2ാമത്തെ ഖുതുബ തീരുന്നത്, ആ ഖുതുബ തീരുന്ന സമയത്ത് പള്ളിയിൽ വരുന്നവരാ നമ്മൾ പലരും. ഉസ്താദ് സലാം വിട്ടുമ്പോ ഓടുന്നു. സലാത്ത് പറഞ്ഞ അവിടെ റോഡിൽ നിന്നിട്ട് തിരക്ക്, വല്ലാത്ത തിരക്കാ നമുക്ക്. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം പള്ളിക്കകത്ത് തന്നെ പോകാറില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. കൊറോണ വന്നതിന് ശേഷം പള്ളി തന്നെ ഇല്ല. പടച്ചോനെ, നീണ്ടുപോയാല് ഇപ്പൊ 3ാമത്തെ വാർഷികമായി, ഇനിയും വാർഷികം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കണേ. കൊറോണ ഇങ്ങനെ മാറി 3 കഴിഞ്ഞതിന് 4ാം തരംഗം, 5ാം തരംഗം, 6ാം തരംഗം, ഇങ്ങനെ തരംഗങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. നമുക്ക് നിസ്കരിക്കാൻ മടിയാ. എന്നിട്ട് പറയും, എനിക്ക് ഈമാനുള്ള മരണം വേണം. പടച്ച റബ്ബ് തരും, കാത്തിരുന്ന നീ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരടാ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ അധികം പേരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര പേരാ പള്ളിയിൽ വരുന്നത്? നീ വീട്ടിൽ നിസ്കരിക്കും. നിനക്ക് എന്ത് വീട്ടിൽ നിസ്കാരം? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ, വീട്ടിൽ ജമാഅത്തില്ല. പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലെ നിസ്കാരമുള്ളൂ, ജമാഅത്ത് വീട്ടിലില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ പള്ളിയുടെ അടുത്ത് കിടക്കണവരാരാ?
പള്ളിയുടെ അയൽവാസി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവരെവിടെ വരണം? പള്ളിയിൽ തന്നെ വരണം. നിന്നെ അവസാനം ഇവിടെ കൊണ്ടുവരും, കബറടക്കാൻ മാത്രം. നീ വരൂല, നിസ്കരിക്കാൻ വരൂല, അല്ലാന്റെ പള്ളിയിലേക്ക് ബാങ്ക് വിളിച്ചാ വരൂല, നിസ്കരിക്കാൻ വരൂല. പക്ഷെ നിന്നെ അവസാനം ഒരുത്ത കൊണ്ടുവരും. നിന്നെ അല്ലാഹ് ആരാ കൊണ്ടുവരും? നിന്നെ ഇവിടെ നിന്റെ മക്കള് തന്നെ പൊതിഞ്ഞു കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. അല്ലാഹ് അന്ന് നിനക്ക് അല്ലാഹ് തിരിച്ചു കാണിച്ചു തരും അല്ലാഹ് ആരാന്ന്. ഈ പള്ളിയുടെ പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ദിവസം അല്ലാഹ് നിനക്ക് കാണിച്ചു തരും അല്ലാഹ് ആരാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിനക്കൊക്കെ പൈസ മതി, കുറെ കച്ചവടം ഉണ്ടാക്കണം, കട ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം. ആരാടാ പണം തന്നത്? അല്ലാഹുടാ. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ്ക്ക് തരാൻ മാത്രമല്ല അറിയണത്, നിന്നെ കൊണ്ട് തെണ്ടിപ്പിക്കാനും അല്ലാഹ്ക്ക് അറിയാം. നീ ചെയ്യിപ്പിക്കരുത് റബ്ബിനെ കൊണ്ട്. അല്ലാഹുവിനെ തരാനും അറിയാം, നിന്നെ കോടീശ്വരനായി ഈ നാട്ടിലെ രാമന്തളിയിലെ രാജാവാക്കി നിന്നെ വാഴ്ത്താനും അല്ലാഹ്ക്ക് അറിയാം. വെള്ളിയാഴ്ച ബക്കറ്റും കൊണ്ട് പള്ളിയുടെ മുന്നിൽ നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിരുത്താനും പടച്ച റബ്ബിനറിയാം. നീ ഓർത്തു വെച്ചോ, നീ കളിക്കണം അല്ലാഹയോടാ. ഒരു നായിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്താൽ നന്ദി കാണിക്കുന്നത്. ഒരു നായിക്ക് കുടിക്കാൻ തൊട്ട 7 വെള്ളത്തിൽ കഴുകണമെന്ന ആ നായിക്ക് ഇത്തിരി വെള്ളം കൊടുത്താൽ അത് നന്ദി കാണിക്കുന്ന എവിടെ വെച്ച് കണ്ടാലും. വാലാട്ട് കാരണം നന്ദിയുള്ള ജീവിയാ. പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? നമുക്ക് പന്നീന്ന് കേൾക്കുമ്പോഴേ മുഖം ചുളിയുന്നു. പന്നിയോട് അല്ലാഹു ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? ഒരു പരാതിയുണ്ട് പടച്ചോനെ. എന്തേ? അല്ലാഹുവേ, ഒരു മുസ്ലിമിന് എന്നെ തൊടാൻ പറ്റത്തില്ലല്ലോ, ഒരു മുസ്ലിം എന്റെ ശരീരത്തെ തൊടില്ലല്ലോ, ഒരു മുസ്ലിമിന് എന്റെ ഇറച്ചി തിന്നാൻ പറ്റില്ലല്ലോ. എനിക്കതിലൊരു വിഷമമുണ്ട് പടച്ചവനെ, എനിക്കതിലൊരു വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാഹ്, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് എന്നെ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പന്നി എന്താ പറയണേ? ഒരു മുസ്ലിം എന്റെ ശരീരത്ത് തൊടില്ല, ഒരു മുസ്ലിം എന്റെ ഇറച്ചി തിന്നൂല, തിന്നാൻ പാടില്ല എന്ന് നീ വിലക്കി. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷമുള്ള എന്താ? നിസ്കരിക്കാതെ നടക്കുന്ന ഒരു അബൂബക്കറാക്കി എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ. പന്നി പോലും പറയും മനുഷ്യ, ആ വില പോലും നമുക്കൊന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മടിയാ, നമുക്ക് നിസ്കരിക്കാൻ മടി. പെങ്ങളെ സുജൂദ് ചെയ്യാൻ വയ്യ. കസേരകളി നടക്കണ കാലം, കസേരകളി, പള്ളിക്കകത്ത് കസേരകളി, ഓണത്തിന് പരിപാടി നടക്കുന്നത് പോലെ സുജൂദ് ചെയ്യാൻ വയ്യ. 2000-ന്റെ നോട്ട് വെതറിയിട്ട് എടുക്കാൻ കസേര ഇരിക്കണ വാപ്പ ആദ്യം താഴെ വിടും വരാൻ. പള്ളി വന്നു കഴിഞ്ഞാൽ ഒരു കസേര എടുത്ത് കയറി മൂലയിലിരിക്കും. സുജൂദ് ചെയ്യാൻ വയ്യ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നിസ്കരിക്കടാ. അല്ലാഹു തരുന്ന പ്രതിഫലം വല്ല നിനക്കറിയോ? നീ പോയിട്ട് മരക്കാരും കുറുപ്പും കണ്ണൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. പോയിട്ട് കുറെ പൈസ കളയാനല്ലാതെ ഒരു പ്രയോജനമില്ല. എന്താ പറയാ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഓരോരുത്തർ പോയിട്ട് വന്നിട്ട് നാലിച്ചേക്ക് എല്ലാം ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഞാൻ ചരിത്രം പറഞ്ഞുതരാം. എന്തിനാ പോയിട്ട് സിനിമ കാണുന്നത്? മനോഹരമായ ചരിത്രങ്ങൾ, ഇത്ര രസിപ്പിക്കുന്ന ഇതുപോലെ ഒരാൾക്കും എന്റെ പൊന്നുമക്കളെ പറയാൻ കഴിയില്ല. അത്രയ്ക്കും മനോഹരമായ ചരിത്രങ്ങളില്ലേ നിന്റെ ദീനില്. എന്താ പഠിക്കാത്ത നിന്റെ മുൻഗാമികൾ? കള്ളക്കഥയൊന്നുമല്ലല്ലോ, എവിടെന്നെങ്കിലും കള്ളക്കഥ എഴുതി വെച്ചിരിക്കണമല്ലോ. മനോഹരമായ ഒരു ചരിത്രം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? അപ്പൊ അല്ലാഹു പറയുകയാ, 5 നേരം നിസ്കരിച്ച നല്ല മരണം അല്ലാഹു നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. പക്ഷെ നിസ്കരിക്കൂലേ? ഉറക്കപ്പറ നിസ്കരിക്കൂലേ? നിങ്ങൾ മാത്രം നിസ്കരിച്ചാ മതിയോ? നിങ്ങൾ മാത്രം നിസ്കരിച്ചാ മതിയോ? ആര് കൂടെ നിസ്കരിക്കണം? നിങ്ങളുടെ മക്കളെ നിസ്കരിക്കണം, നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കണം. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ. നീയും രക്ഷപ്പെടണം, നിന്റെ ഭാര്യയും മക്കളെയും നീ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആര് നിസ്കരിക്കണം? വാപ്പ നിസ്കരിക്കണം, മക്കള് നിസ്കരിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? മാസ്ക് ഊരിയിട്ട് പറയണ എന്ത് ചെയ്യണം? അടിക്കണം. 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? പറയറോ? എന്ത് ചെയ്യണം? ഉറക്കപ്പറ, കേൾക്കാനുള്ള കൊതി കൊണ്ടാന്ന് പറഞ്ഞ് അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ.
നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടെ കൈവക്ക്. ട്യൂഷന് പോകാത്തതിന് തല്ലിയിട്ടുണ്ടോ? ട്യൂഷന് പോകാത്തത് ചിന്തിക്കണ്ടേ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കതിന് പോലും വയ്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്ക. അള്ളാഹു പറയുകയാണ് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരികയാ. അപ്പാ നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിക്കണേ. അപ്പാ നീ നിസ്കരിക്കൂ. നിനക്ക് കൊറോണ പ്രശ്നമല്ല, ലോക്ക്ഡൌൺ പ്രശ്നമല്ല, ഗൾഫിന്റെ പ്രതിസന്ധി പ്രശ്നമല്ല, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലാഹു പറയുകയാണ്, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ചാ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് ഭക്ഷണമുണ്ട്. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് ഭക്ഷണമുണ്ട്. ഒരു ദിനം പോലും, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും അല്ലാഹു നിന്നെ പട്ടിണിക്കിടൂല. അല്ലാഹു പറയുകയാ, 5 നേരം നിസ്കരിക്കുന്നുണ്ടോ? എടാ, ജീവിതത്തിൽ ഒരു നേരം പോലും, ഒരു ദിവസമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മരിക്കണ കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു എവിടെന്നെങ്കിലും കൊണ്ടുതരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? നീ ചോദിക്കും, മന്നും സല്ലയാണെങ്കിൽ ഇറങ്ങി. ഖുർആനല്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ, അല്ലാഹു പറഞ്ഞല്ലേ. 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പെണ്ണുമ്പിള്ള എന്താ പറയണേ? അമിന പള്ളി സുബൈക്ക് ബാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ വിളിക്കും. ഇച്ചാ, ഇന്നലെ രാത്രി 10 മണി വരെ കുഞ്ഞു പഠിച്ചിട്ട് കിടക്കല്ലേ, രാവിലെ 7 മണിക്ക് ട്യൂഷന് പോകണ്ടേ? കിടക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്. പെണ്ണ് നന്നായാൽ വീട് നന്നായി, പെണ്ണ് പോയാ പോയി. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് മക്കളെ നശിപ്പിക്കുന്നതാരാ? പെണ്ണുങ്ങളാ. ഒരു ഉമ്മ നേരെയല്ലെങ്കിൽ ആ വീട്ടിലെ മക്കള്, ബാപ്പ എത്ര വലിയ ആളാണെങ്കിലും മക്കളുടെ കാര്യം പോക്കാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അല്ലാഹു കാക്കുമാറാകട്ടെ. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയ നബി. 950 വർഷക്കാലം രാവ് മുതൽ വൈകുന്നേരം വരെ അല്ലാഹയെ കുറിച്ച് പ്രസംഗിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ ഭാര്യ വിശ്വസിച്ചില്ല അല്ലാഹനെ കൊണ്ട്. ഒരു പ്രവാചകന്റെ ഭാര്യ, നൂഹ് നബിയുടെ ഭാര്യ, അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല. ഈ പ്രവാചകൻ 950 വർഷക്കാലം ജനങ്ങൾക്ക് പ്രബോധനം നൽകി. ആ പെണ്ണ് സ്വന്തം ഭാര്യ നന്നാകാതെ വന്നപ്പോ മോനും പിഴച്ചുപോയി. ഇത് ഖുർആൻ പറഞ്ഞ കഥയാ, ഞാൻ പറഞ്ഞതല്ല. അതാ പറഞ്ഞ, പെണ്ണ് നന്നായാൽ മക്കള് നന്നായി. അതുകൊണ്ടാ ആദ്യം ഭർത്താവ് പെണ്ണിന്റെ നേരെ ചാടുന്നത്. നീയല്ലേ മക്കളെ നോക്കണ്ടേ? അതുകൊണ്ടാ നാട്ടുകാര് പറയുന്നത്, നിന്റെ മോൾ ഒളിച്ചോടി പോകുമ്പോ പറയത്തില്ലേ, തള്ളയുടെ സ്വഭാവമല്ലേ കുഞ്ഞു കാണിക്കൂ. അതുകൊണ്ട് അവര് പറയുന്നത് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ മാത്രം നിസ്കരിച്ചാ പോരാ, നിങ്ങളുടെ മക്കൾ നിസ്കരിക്കണം, നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്താ? സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, വല്ലാഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പെങ്ങളെ, നല്ല മരണം വരുമ്പോള് ഇതെന്നെ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പേര് വെള്ളിയാഴ്ച രാവിലെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ, പലരുടെയും മുഖത്ത് വല്ലാത്ത പുഞ്ചിരി കണ്ടപ്പോ നിനക്ക് പോലും തോന്നിയില്ലേ? ഇവരെന്ത് ചെയ്തിട്ടാ പടച്ചവനെ അല്ലാഹു ഇവർക്ക് ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, നിന്റെ കുടുംബത്തിലും നിന്റെ കൂടെ പഠിച്ചവര് പലരും മരണപ്പെട്ടു പോയല്ലോ. അവരുടെ മുഖമൊക്കെ നീയെന്ന് ചിന്തിച്ചു നോക്കൂ. മുഖത്ത് പ്രകാശകമായി, ചുണ്ടില് പുഞ്ചിരിയുമായി പഠിച്ചവരെ മനോഹരമായ രീതിയിൽ മരിച്ചു കിടന്നവരുടെ മയ്യത്ത് നീ കണ്ടവനല്ലോ. അതുപോലെ ഉള്ളവര് മരണം വേണോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
നിന്നെ പോലെ ദുനിയാവിന്റെ തുലിക്കുമുകളിലേ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് വിപത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. ആ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശത്രുക്കളെ പിടിച്ചുകൊണ്ട് പോയി അവിടുന്ന് കൊല്ലാൻ പോകുകയാണ്, അവിടുന്ന് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അവരവസാനമായിട്ട് ഹുബൈബിനെ കൊല്ലാൻ പോകുമ്പോ അവര് ചോദിക്കുന്ന ഹുബൈബേ, ഈ പഴയതുപോലെ തിരിച്ചു വരാൻ തയ്യാറാണോ? ഈ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമോ? ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബേ. ഇസ്ലാം മതത്തിൽ നിന്ന് കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. തയ്യാറായില്ല. അവസാനം പടച്ചവരേ തങ്ങളെ തൂക്കിക്കൊല്ലാ സമയമായപ്പോ അവര് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹമെന്താണ്? നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹമെന്താണ്? പറഞ്ഞു കൊടുത്ത മറുപടി എന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ സമ്മതിക്കുമോ? എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങളെ സമ്മതിക്കുമോ? ആ ശത്രുക്കളെ വിടുന്ന സമയം കൊടുക്കുകയാണ്. അവിടുന്ന് വിളിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. അവിടുന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. ആ നമസ്കാരം കഴിഞ്ഞപ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, എപ്പോൾ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് നിസ്കരിക്കാരത്തിൽ ഓതിയത്, ഇന്ന് ചെറിയ സൂറത്താണ് ഓതിയത്. ഇഷ്ടമില്ലാതിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാതിട്ടല്ല അല്ലാ. എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്നോ. എനിക്കൊരു പേടിയുമില്ല റബ്ബേ, ഇവരെന്നെ എങ്ങനെ കൊന്നാലും എനിക്കൊരു പേടിയില്ല അല്ലാ. കഴുകുമരത്തിന്റെ മുകളിൽ കയറി തന്റെ കഴുത്തിൽ കയറിടുകയാണ്. കയ്യും കാലും കെട്ടുകയാണ്, കയ്യും കാലും കെട്ടുകയാണ്. തങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുകയാ. ആ സമയത്താണ് ശത്രുക്കൾ ചോദിക്കുന്ന, ഹുബൈബേ, ഈ അവസാന സമയത്തെങ്കിലും പറയടാ, നീ പഴയ മതത്തിലേക്ക് തിരിച്ചു വരുമോ? നീ മുഹമ്മദിനെ ചീത്ത വിളിക്കുമോ? നിന്നെ ഞങ്ങളുടെ ജീവനോടെ വിടാമെന്ന് ഹുബൈബ് തങ്ങളോട് പറയുമ്പോ ആ കഴുത്തിൽ കയറി മുറുകുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അവിടുന്ന് വിളിച്ചു പറഞ്ഞു, നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊന്നും പറയുകയില്ല. പടച്ചവനെ അവസാനം ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി തങ്ങളുടെ ശരീരത്തിലേക്ക് അതാ കുന്തം കൊണ്ടുവന്ന് കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ ഭരിച്ചെടുക്കുകയാണ്. ഇറച്ചി ഇങ്ങനെ കുത്തിപ്പറിക്കുകയാണ്. തങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവേ, വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കരയുമ്പോ കളിയാക്കുകയാ, കളിയാക്കി ചിരിക്കുകയാ. പടച്ചവനെ തന്റെ തൊണ്ട ഇങ്ങനെ മുറുകുമ്പോ മരണത്തോട് മല്ലടിക്കുമ്പോ അതാ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളുണ്ടല്ലോ. അവര് ചോദിക്കുന്നു, ഹുബൈബേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة
മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്, നീ എന്തിനാ വിഷമിക്കുന്നത്? ഉബൈബേ ഉറക്കെ വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന ബാപ്പാ, നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരാ. നിസ്കരിക്കാത്ത മകൻ വേണ്ട, നിസ്കരിക്കാത്ത മോനല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. തലമറയ്ക്കാത്ത ഭാര്യയല്ല, അനുസരിക്കാത്ത ഭാര്യയല്ല, നിനക്കതിന്റെ ആവശ്യമില്ല. കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനും വൃത്തികെട്ടവനും അവനുമല്ല നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. മഗ്രിബിന്റെ സമയത്ത് നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും വീടിനകത്തിരുന്നിട്ട് സീരിയൽ കണ്ട് അടിച്ചു പൊളിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്നിട്ട് നീ അള്ളാന്റെ മുസല്ലയിൽ കിടന്നവളാ, നീ നിസ്കരിച്ചവളാ, നീ സീരിയൽ കണ്ടവളാണോ നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്? അവളെ കണ്ടാ പോലും നിനക്ക് പറയാ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിനക്കൊരാളും വേണ്ട. വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും നടുറോഡിലാണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ കിടന്നാണ് നീ മരിക്കുന്നതെങ്കിലും നിനക്ക് പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും. ഹുബൈബിനെ അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു വിളിച്ചു പറയടാ ഹുബൈബേ, വിളിച്ചു പറയടാ ഹുബൈബേ, ഉറക്കെ വിളിക്കടാ ഹുബൈബേ. അടുത്തിലേക്ക് കയറി മുറുകുമ്പോ മരണത്തോട് മല്ലടിക്കുമ്പോ അവസാനമായിട്ട് ഹുബൈബിനെ അധികം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാർ അവിടെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശത്രുക്കൾ പോലും പേടിച്ചു പോയി. ഇതുവരെ കളിയാക്കിക്കൊണ്ടിരുന്ന ശത്രുക്കളുണ്ടല്ലോ, അവര് പോലും ഭയന്നുപോയി, ഇവര് പോലും ഭയന്നുപോയി. കാരണം ചാമരാ കടുകുമരത്തിൽ കിടന്ന് പിടയുമ്പോഴാണ് ശഹാദത്ത് കലിമ വിളിച്ചു പറയുന്നത്. മാത്രമല്ല മലക്കുകളെ പറഞ്ഞു ചിരിക്കടാ. ഇതുവരെ നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട്, ഇതുവരെ നിന്നെ കളിയാക്കിയവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇനി ചിരിക്കടാ ഹുബൈബേ. കഴുത്തിലേക്ക് കയറ് മുറുകുമ്പോ ഹുബൈബ് ചിരിച്ചടാ ചെറുപ്പക്കാരാ. കൊതിച്ചു പോയടാ, കൊതിച്ചു പോയടാ. ചാകുന്ന സമയത്ത് എല്ലാവന്നവന്മാര് മുഴുവനും കൊതിക്കുകയാ, ഇതെന്തു മരണമാല്ലാ, ഇതെന്തു മരണമാല്ലാ. പറച്ചവനെ ഹുബൈബ് തങ്ങളുടെ തലയുണ്ടല്ലോ ശത്രുക്കൾ പിടിച്ച് തിരിക്കുകയാണ്. കിബിലയുടെ നേരെ നിന്ന് മരിക്കണ്ട, കിബിലയുടെ നേരെ നിന്ന് മരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല കിബിലയുടെ ഭാഗത്ത് നിന്ന് തിരിക്കുമ്പോ ആ തല പോലും തിരിഞ്ഞില്ലടാ, ആ തല പോലും തിരിയുന്നില്ല. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു കഴുകുമരത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ ആ ഹുബൈബ് റളിയല്ലാഹു തആല ആ തൂക്കുകയറിൽ ഇങ്ങനെ ഷഹീദായി കിടക്കുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാ, ശത്രുക്കൾ വന്നിട്ട് നോക്കുകയാ. പടച്ചവരെ ഇതെന്ത് മരണമാണല്ലോ, കൊതിപ്പിക്കുന്ന മരണം, കൊതിപ്പിക്കുന്ന മരണം. നിന്റെ മയ്യത്ത് കാണുന്നവർ പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്ന് നിന്റെ മയ്യത്ത് കാണുന്നവർ പറയണ്ടേ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്. പടച്ചവനെ ജനങ്ങൾ പറയും മരിച്ചാ സിറാജ് മരിച്ചതുപോലെ മരിക്കണം. വെള്ളിയാഴ്ച രാവിലെ പടച്ചവരെ എന്തൊരു പുഞ്ചിരിയായിരുന്നു, എന്തൊരു
പ്രകാശമായിരുന്നു. പടച്ചവനെ നീ മരിച്ച പള്ളിപ്പറമ്പിൽ കൊണ്ട് ഖബറടക്കിയാൽ പടച്ചവനെ ഈ രാമന്തളിയിലെ ഓരോ മനുഷ്യനും പറയണം, മരിച്ചാൽ അബൂബക്കർ മരിച്ചതുപോലെ മരിക്കണം എന്ന് പറയുന്ന ഒരു മരണം അല്ലാഹു നിനക്ക് തരും വാപ്പാ. എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ 5 നേരം നിനക്കൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും അല്ലാഹു വിളിച്ചു കഴിഞ്ഞാ പിന്നെ നീ തിരിഞ്ഞു നോക്കരുത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാ എത്ര വലിയ തിരക്കാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും ആ സമയത്ത് നിർത്തിയിട്ട് ഓടിച്ചെന്ന് കൈകാല് കഴുകിയിട്ട് എടുത്തിട്ട് നിസ്കരിക്കപ്പെട്ട് തിന്നണ്ടവൻ തിന്നിട്ട് പോകും, കഴിക്കണ്ടവന് കഴിച്ചിട്ട് പോകും. നിന്റെ ആഖിറം രക്ഷപ്പെടൂല, നിന്റെ മരണം നന്നാകൂല. അതുകൊണ്ട് പടച്ചറപ്പേ, എല്ലാ ജോലികളും മാറ്റിവെച്ച് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാ നിസ്കരിക്കാൻ പറ്റുമോ? നാളെ മുതൽ എങ്ങനെ പഠിക്കൂ? ശരീരത്തെ കരിപറ്റിയെന്ന് പറഞ്ഞിട്ട് നിസ്കാരം തടയുന്ന വസ്തുവല്ല കരി. കുളി നിർബന്ധമായ കാര്യമല്ല. മീനിന്റെ കറിയല്ലെങ്കിൽ മീനിന്റെ എന്തെങ്കിലും നിന്റെ ശരീരത്തിൽ പെടുന്നത് പെട്ടാ കഴുകിക്കളഞ്ഞിട്ട് നിസ്കരിച്ചോ, വസുവാസ് മാറ്റിക്കോ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, പഠിക്കടാ ചെറുപ്പക്കാരാ, നിനക്കൊക്കെ റബ്ബ് തരുന്ന പ്രതിഫലം ഞാൻ പറയാ. മയ്യത്ത് ഇങ്ങനെ കഴുകുമരത്തിന് തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരാളും തുടരുത്, ഒരാളും അടിക്കരുത്. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഇവിടെ കിടന്ന് പുഴുത്തഴുകട്ടെ. തങ്ങളുടെ ജനാസ അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് തൊടാതിരിക്കാൻ കാവല് നിൽക്കുകയാണ്. ശത്രുക്കളതാ കാവല് നിൽക്കുകയാ. പടച്ചവനേ, ഒരുപാട് സമയം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിഷമമായി, നബിക്ക് സങ്കടമായി. റസൂലുള്ളാഹി ചോദിക്കുന്നു, സ്വഹാബാ ആരാ പോകുന്നത്? ഹുബൈബിനെ ഖബറടക്കാ പോകുന്നതാരാ? സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. അവിടുന്ന് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അവിടുന്ന് പോവുകയാണ്. കാണുന്ന രംഗമെന്തെന്നറിയുമോ? ശത്രുക്കളെ കള്ളു വിളിച്ചുകൊണ്ട് നിൽക്കുകയാ. അവന് നിൽക്കുന്നവർ മുഴുവനും കള്ളു വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് പടച്ചവരെ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാൻ ഗ്ലാമറുള്ള സുന്ദരിയായ പെണ്ണല്ലോ. അവളോടി വരികയാ, അവളോടി വരികയാ. കണ്ണുകുടിച്ചു കൊണ്ടിരിക്കുന്ന കാവൽക്കാരായ ശത്രുക്കളോട് ചോദിക്കുകയാണ്, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? അതാ പെണ്ണിനോട് ചോദിക്കുന്ന, ചത്തവന്റെ തല നിനക്കെന്തിനാ? ചത്ത ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാണ്. അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലച്ചോറ് വെളിയിൽ കളഞ്ഞിട്ടു. അവന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊടിച്ചിട്ട് കുടിക്കാനാ. ആരാ വെട്ടിത്തരുന്നത്? ആരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല വെട്ടിയിട്ട് ആരാണോ കൊണ്ടുതരുന്നത്? അവന് ഞാൻ എന്റെ ശരീരം തരാ, എന്റെ കൂടെ കിടന്ന് സുഖിക്കാ. ആ പെണ്ണ് തന്റെ ശരീരം അവിടെ നിന്ന് കാണിക്കുമ്പോ കയ്യിലിരുന്ന കള്ളിന്റെ പാത്രമെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ടു. ന്റെ തലവെട്ടുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് പായുകയാ. സ്വഹാബിയുടെ ഇല്ലപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. പടച്ചറപ്പേ, കാണുന്ന രംഗമെല്ലാവരും ജീവനം കൊണ്ടോടുകയാണ്. സർവ്വ
സർവരും ജീവനം കൊണ്ടോടുകയാണ്. തലവെട്ടാൻ പോയ ഒരുത്തരെയും കാണാറില്ല. അവസാനം ഒരുപാട് സമയം കഴിഞ്ഞു. എന്താണ് നടന്നതെന്നറിയുന്നില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ പോലും കാണുന്നില്ല. അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖബറടക്കി സഹാബാ, ഹുബൈബിന്റെ മയ്യത്ത് ഖബറടക്കി. ഹുബൈബിന്റെ മയ്യത്ത് ഖബറടക്കി. ആരാ ഖബറടക്കിയത്? നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് ഖബറടക്കാൻ വരുന്നത് ആരെന്നറിയുമോ? ആരാ വരുന്നതെന്നറിയുമോ? ഒരു ദിവസം ഈ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയും, നീ മരിച്ചുപോയെന്ന്. നിന്റെ കൂട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. മരിച്ചു കിടക്കുന്ന നിന്നെ പൊക്കിയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ. അവസാനമായിട്ട് നിന്നെ അങ്ങ് കുളിപ്പിക്കുകയാണ്. എന്നിട്ട് 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ നിന്നെ മലർത്തി കിടത്തിയിട്ട് അത്തറുതേച്ച പഞ്ഞിയെടുക്കുകയാ. മുക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോ ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എന്റെ ജനാസ കൊണ്ടുവരികയാ. അവസാനം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലെടുത്ത് മലർത്തി കിടത്തിയിട്ട് എല്ലാവരും ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് വരുമ്പോ ഈ കാണുന്ന പള്ളി തികയില്ലടാ മയ്യത്ത് നിസ്കരിക്കാൻ. ഇന്ന് വരെ ഈ പള്ളിയും പരിസരവും ആരുടെയെങ്കിലും മയ്യത്ത് നിസ്കരിക്കാൻ നിറഞ്ഞിട്ടുണ്ടോ? ഈ പള്ളിയിലെ കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയിൽ ഈ കാണുന്ന ഗ്രൗണ്ടും പരിസരം മുഴുവനും ജനസാഗരമാ. അല്ലാഹുവേ, എന്തിനു വേണ്ടിയെന്നറിയുമോ? നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, നിന്റെ ജനാസ ഖബറടക്കാൻ പടച്ചവനെ ആര് വരുമെന്നറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ലടാ, അമേരിക്കയുടെ മന്ത്രി വരാറില്ല, അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, സൗദിയുടെ രാജാവ് വരുന്നത് കൊണ്ടല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? ആകാശലോകത്തിൽ നിന്നും മലക്കുകൾ വരികയാ. ആകാശലോകത്തിൽ നിന്നും മലക്കുകൾ വരികയാ. പടച്ചറപ്പേ, എന്റെ മയ്യത്ത് ഖബറടക്കാൻ പെങ്ങളെ, ആകാശത്ത് നിന്ന് വിഐപികൾ വരണം എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. അല്ലാതെ ഈ നാട്ടുകാരല്ല, ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങി വരണ്ടേ. മലക്കുകൾ വരണം നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ, നിന്നെ ഖബറടക്കാൻ. എന്ത് വേണമെങ്കിലും ചെയ്തോ, മരിക്കുമ്പോ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. നാട്ടുകാട്ടി നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവനും മാതൃകയാണ്. SKSSF പ്രവർത്തകരാണ്. ജനങ്ങൾ നോക്കുന്നത് പടച്ചവനെ വല്ലാത്ത അത്ഭുതത്തോടെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ നേതാവ്
നേതാക്കന്മാരുടെ മരണമറിയുമോ? മഹാനായ ശംസുൽ ഉലമയുടെ മരണമറിയുമോ? അല്ലാഹുവേ, കോയക്കുട്ടി ഉസ്താദിന്റെ മരണം നിനക്കറിയുമോ? അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം നിനക്കറിയുമോ? പടച്ചവനെ, ഓരോ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മരണം പറയുമ്പോ അല്ലാഹുവേ, ശരീരത്തിലെ രോമങ്ങൾ പോലും കോരിത്തിരിക്കുകയാണ്. എന്തൊരു മരണമാണ് പടച്ചവരെ! മരണമെത്തി എന്ന് മനസ്സിലാക്കിയിട്ട് ആ പടച്ചവരെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് പോയവരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ബാങ്കിന്റെ ജവാബ് പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ചപ്പോ അതുപോലെ പറഞ്ഞിട്ട് പോയ മഹാനിന്റെ തലമുറയിൽ കഴിയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ ഒരുങ്ങടാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഇതൊക്കെ പ്രതീക്ഷകളുമായിട്ട് പോയവരാണ്. പടച്ചവരെ, ഇന്ന് കരളിൽ വേദന തോന്നുന്ന ഒരു വീഡിയോ കണ്ട് ചെറുപ്പക്കാരാ, മൊബൈലിലൂടെ ഒരു വീഡിയോ കണ്ടു. എന്റെ വീഡിയോയിൽ കാണുന്നതെന്നറിയുമോ? അതാ പടച്ചവനെ, ഗൾഫ് രാഷ്ട്രത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ 5 പേര് വീട്ടിലേക്ക് മടങ്ങി വരുന്ന രംഗമാ. പടച്ചവനെ, എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? സാധാരണ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോ എല്ലാവരും കൂടെ കൂടുമല്ലോ. കാത്തിരുന്ന കുടുംബക്കാരുടെ മുന്നിലേക്ക് 5 ആംബുലൻസ് വന്നിട്ട് വീടിന്റെ മുന്നിലേക്ക് വരുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. എന്റെ ചെറുപ്പക്കാര് ചിന്തിക്കും, മക്കളെ, ഇതിനെക്കാളും വലിയ മാതൃകയുണ്ടാ? ഇതിനെക്കാളും വലിയ പാഠമുണ്ടാ? നാളെ രാവിലെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കാണാ, ഇന്ത്യയുടെ സൈനിക നേതാവ് ഉറപ്പേ പടച്ചവനെ, ഹെലികോപ്റ്റർ തകർന്ന് വീണിട്ട് ഒറ്റയടിക്കങ്ങ് പോയപ്പോ ആരുടെ മയ്യത്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പടച്ചവനെ, ഊട്ടിയിൽ വെച്ച് ഹെലികോപ്റ്റർ തകർന്നിട്ട് സർവ്വതം കരിഞ്ഞ് ചാമ്പലായി പോകുമ്പോ എന്തേ ചിന്തിക്കാത്തത്, എന്തേ കണ്ടിട്ട് പഠിക്കാത്തത്? കൊണ്ട് മരണപ്പെടവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. യാത്ര പറയാ സമയമില്ല, പൊരുത്തം ചോദിക്കാ സമയമില്ല, തൗബ ചെയ്യാ സമയമില്ല. പടച്ചവനെ, അസ്റായിൽ വന്ന് വിളിക്കുമ്പോ പോയല്ലേ പറ്റൂ, പോയല്ലേ പറ്റൂ. ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയാ. നിങ്ങളുടെ മരണം നന്നാക്കണേ അല്ലാഹ്, നിങ്ങളുടെ അവസാനം നന്നാക്കണേ അല്ലാഹ്.